Hi my dear students, a warm welcome to the online science school. Kerala Teacher Eligibility Test, Kerala State Eligibility Test, National Eligibility Test എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ കോച്ചിംഗ് ക്ലാസ്സുകൾ നടത്തുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് ഓൺലൈൻ സയൻസ് സ്കൂൾ. അതിന്റെ ഭാഗമായിട്ട് കൊമേഴ്സ് കോച്ചിംഗ് ക്ലാസ്സസിന് വേണ്ടി വന്നുകൂടിയിട്ടുള്ളവരാണല്ലോ നമ്മളെല്ലാവരും. സെറ്റ് എക്സാം കൊമേഴ്സ് കോച്ചിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെറ്റ് എക്സാമിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ അറിയുക എന്നുള്ളതും കൊമേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസുകളും അതേപോലെ തന്നെ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ സിലബസ് അനാലിസിസ് വീഡിയോ നിങ്ങളെ അതിന് സഹായിക്കുന്ന ഒന്നാണ്. ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കേരള സെറ്റ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. കേരളത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപനം, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപന തസ്തികകളിലേക്കുള്ള നിയമനത്തിന് വേണ്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള യോഗ്യതാ നിർണയ പരീക്ഷയാണ് കേരള സെറ്റ് എന്ന് പറയുന്നത്. അതായത് കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ഒരാൾക്ക് മാത്രമേ കേരളത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആയിട്ട് നിയമനം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ എക്സാമിന്റെ പ്രാധാന്യവും. നെക്സ്റ്റ്, ലെറ്റ് us see what is the eligibility criteria for appointment as high secondary commerce teacher. കേരളത്തിൽ ഒരു ഹയർ സെക്കൻഡറി കൊമേഴ്സ് ടീച്ചറായിട്ട് നമ്മൾക്ക് നിയമനം ലഭിക്കണമെന്നുണ്ടായെങ്കിൽ അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കാം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നാമത്തേത്, കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 50% കുറയാത്ത മാർക്കോടുകൂടി മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കിയ വ്യക്തിയായിരിക്കണം. രണ്ടാമതായിട്ട്, കേരളത്തിലുള്ള ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിഎഡ് ഡിഗ്രി കരസ്ഥമാക്കിയ ആളായിരിക്കണം. മൂന്നാമതായിട്ട്, കേരള ഗവൺമെന്റ് നടത്തുന്ന യോഗ്യതാ നിർണയ പരീക്ഷയായിട്ടുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സെറ്റ് പാസ്സായ വ്യക്തിയായിരിക്കണം. അപ്പം കേരളത്തിൽ ഒരു ഹയർ സെക്കൻഡറി കൊമേഴ്സ് ടീച്ചർ ആയി നിയമനം ലഭിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് എംകോം, ബിഎഡ് ആൻഡ് സെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് സെറ്റ് എക്സാമിന്റെ സ്കീം അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. സെറ്റ് എക്സാം 2 ഷിഫ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അതിൽ 2 പേപ്പേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 is common for all candidates or all subjects. പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും കോമൺ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി സബ്ജക്ട്. കൊമേഴ്സ് ആയിക്കോട്ടെ, ലാംഗ്വേജ് സബ്ജക്ട്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആണ്. അടുത്തത് പേപ്പർ 2. പേപ്പർ 2 എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട് ആണ്. അതായത് നമ്മളുടെ സബ്ജക്ട് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന പേപ്പറാണ് പേപ്പർ 2 എന്ന് പറയുന്നത്. സബ്ജക്ട് സ്പെസിഫിക് പേപ്പർ ആണ്. പേപ്പർ 1-നകത്ത് 120 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അത് അറ്റൻഡ് ചെയ്യാൻ നമ്മൾക്ക് കിട്ടുന്ന സമയം 120 മിനിറ്റ്സ് ആണ്. പേപ്പർ 1-നെ തന്നെ വീണ്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ നോളജ് ആണ്, പാർട്ട് ബി എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ജനറൽ നോളജ് പാർട്ടിൽ നിന്നും 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1-ൽ നിന്നും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യൻസിനും 1 മാർക്ക് വീതം, മൊത്തം മാർക്ക് 120. അടുത്തത് പേപ്പർ 2 ആണ്. നമ്മൾ പറഞ്ഞു അതിനകത്ത് അത് സബ്ജക്ട് സ്പെസിഫിക് പേപ്പർ ആണ്. അത് അറ്റൻഡ് ചെയ്യാൻ നമ്മൾക്ക് കിട്ടുന്ന സമയം 120 മിനിറ്റ്സ് ആണ്. പേപ്പർ 2-നകത്തും മാത്തമെറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒഴിച്ചുള്ള മറ്റ് സബ്ജക്റ്റുകളാണെങ്കിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2-ൽ അടങ്ങുക. മാത്തമെറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റുകൾക്ക് 80 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2-നകത്ത് ഉൾപ്പെടുക. അപ്പൊ നമ്മൾ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 120 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2-ൽ അടങ്ങുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതം 120 മാർക്സ് ആണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. അറ്റൻഡ് ചെയ്യാൻ നമ്മൾക്ക് കിട്ടുന്ന സമയം 120 മിനിറ്റ്സ്. ഇനി മാത്തമെറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സിനെയും സംബന്ധിച്ച് 80 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2-ൽ ഉൾപ്പെടുക. ഓരോ ക്വസ്റ്റ്യൻസിനും 1.5 മാർക്സ് വീതമാണ് ഉള്ളത്.
അവർക്കും അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 120 മിനിറ്റ്സ് ആണ്. ഈ ഉള്ള ക്വസ്റ്റ്യൻസ് പേപ്പർ 1ലും പേപ്പർ 2ലും ഉൾപ്പെടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നെഗറ്റീവ് മാർക്സ് ഇല്ല എന്നുള്ളത് സെറ്റ് എക്സാമിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. സെറ്റ് എക്സാമിന് ഇതുവരെ നെഗറ്റീവ് മാർക്കുകളൊന്നും, തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്കുകളൊന്നും തന്നെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. Now let's see what is the requirement for pass. സെറ്റ് എക്സാമിന് പാസ്സാകാൻ വേണ്ടതായിട്ടുള്ള പെർസെന്റേജ് ഓഫ് മാർക്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അത് കാറ്റഗറി വൈസ് നമുക്കൊന്ന് നോക്കാം. ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം പേപ്പർ 1നും പേപ്പർ 2നും ഇൻഡിവിജ്വലി 40% ഓഫ് മാർക്സും കമ്പൈൻഡ് ആയിട്ട് 48% ഓഫ് മാർക്സും ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സായതായിട്ട് പരിഗണിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലാണ്, മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല. ഇനി മാർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 1ന്റെ ടോട്ടൽ മാർക്സ് 120 ആണെന്നറിയാം, പേപ്പർ 2ന് 120, അപ്പൊ കമ്പൈൻഡ് എന്ന് പറയുമ്പോൾ 240 മാർക്സ്. അപ്പൊ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 1ന് 120 മാർക്സിന്റെ 40%, അതായത് 48 മാർക്സ്. പേപ്പർ 2നും അതേപോലെ തന്നെ 120 മാർക്സിന്റെ 40%, അതായത് 48 മാർക്സ്. ടോട്ടലായിട്ട് 48%, 240 മാർക്കിന്റെ 48%, അതായത് 116. അപ്പം ഇൻഡിവിജ്വലി ഓരോ പേപ്പറിന് 48 മാർക്സും ടോട്ടലി 160 മാർക്സും ഉണ്ടെങ്കിൽ മാത്രമേ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാള് സെറ്റ് എക്സാം പാസ് ആയതായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. ഇനി അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, നോൺ ക്രീമി ലെയറിനെ സംബന്ധിച്ചിടത്തോളം പേപ്പർ 1നും പേപ്പർ 2നും ഇൻഡിവിജ്വലി 35% മാർക്സും വേണം. അതേപോലെ കമ്പൈൻഡ് ആയിട്ട് 45% മാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ പാസ് ആയതായിട്ട് കണക്കാക്കുള്ളൂ. ഡിഫറെന്റ്ലി ഏബിൾഡ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പേപ്പർ 1നും പേപ്പർ 2നും ഇൻഡിവിജ്വലി 35% മാർക്സും കമ്പൈൻഡ് ആയിട്ട് 40% ആണ് പാസ്സാകാൻ വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ പാസ് പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കുക? അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് താഴെ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഏതെങ്കിലും ഒരു സിംഗിൾ പേപ്പറിന്റെ പെർസെന്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ആ പേപ്പറിന്റെ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. ഇപ്പൊ നമുക്ക് പേപ്പർ 1ന് കിട്ടിയത് 100 മാർക്സ് ആണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100, അതായത് 83.3%. പേപ്പർ 2നും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിന് നമുക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ആ പേപ്പറിന്റെ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. ഇനി കമ്പൈൻഡ് ആയിട്ടുള്ള പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പേപ്പർ 1നും പേപ്പർ 2നും കൂടി നമുക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്സ്, അതായത് 240 ഇൻറ്റു 100. ഇങ്ങനെയാണ് പാസ് പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് കിട്ടുന്നതായിട്ടുള്ള ആൻസർ ഷീറ്റിന്റെ ഒരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്. 2 സൈഡാണ് അതിനുള്ളത്. ഒരു സൈഡിൽ നമുക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാനുള്ള ബബിൾസ് ഉണ്ടാകും. സെക്കൻഡ് സൈഡിൽ ജനറൽ ഇൻസ്ട്രക്ഷൻസും വാർണിംഗുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് വീതം നമുക്ക് അവൈലബിൾ ആണ്. ശരിയായിട്ടുള്ള ആൻസർ കാണിച്ചിരിക്കുന്ന സർക്കിള് നമ്മൾ ഷെയ്ഡ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. കൊമേഴ്സ്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൽ ഓരോ സബ്ജക്റ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള കോഡുകൾ അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സബ്ജക്റ്റിന് കൊമേഴ്സിന് അസൈൻ ചെയ്തിട്ടുള്ള കോഡ് 5 ആണ്. മറ്റുള്ള സബ്ജക്റ്റുകളെ പോലെയല്ല കൊമേഴ്സ് പഠിച്ചിറങ്ങിയവർക്ക് BEd ഡിഗ്രി ഇല്ലെങ്കിൽ തന്നെയും MCOM ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് സെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ മറ്റുള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം BEd ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം BEd ഡിഗ്രി ഇല്ലെങ്കിൽ പോലും MCOM കഴിഞ്ഞതാണെങ്കിൽ നമ്മൾക്ക് സെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇനി നമുക്ക് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കൊമേഴ്സ് സിലബസ് അനുസരിച്ച് നമുക്ക് 6 യൂണിറ്റുകളാണുള്ളത്. ഈ ഓരോ യൂണിറ്റിൽ നിന്നും കണ്ടുവരുന്നതായിട്ടുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് ഓരോ യൂണിറ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിക്കാറ്. പക്ഷെ ചില വർഷങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ചില യൂണിറ്റുകളിൽ നിന്ന് തീരെ കുറച്ചും ചില യൂണിറ്റുകളിൽ നിന്ന് ഒരുപാട് കൂടുതലുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവെ കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്
ഓരോ യൂണിറ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിക്കാറ്. അങ്ങനെ നമുക്ക് മൊത്തമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസ്. നമുക്ക് മൊത്തം 6 യൂണിറ്റ്സ് ആണുള്ളത്. ഓരോ യൂണിറ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിക്കാൻ സാധ്യത. മൊത്തം നമുക്കുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ്. പേപ്പർ 2 കൊമേഴ്സിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 120 ആണ്. മൊത്തം ഓപ്ഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 120 മാർക്സ് ആണ്. അത് അറ്റൻഡ് ചെയ്യാൻ നമ്മൾക്ക് കിട്ടുന്ന സമയം 120 മിനിറ്റ്സ് ആണ്. തെറ്റിപ്പോയ ഉത്തരങ്ങൾക്ക് മാർക്കുകൾ ഒന്നും തന്നെ ഡിഡക്ട് ചെയ്യില്ല. ദാറ്റ് മീൻസ് there is no negative marks. Here the detailed syllabus of commerce is given. നമ്മൾ പറഞ്ഞതുപോലെ കൊമേഴ്സിന് 6 യൂണിറ്റുകളാണുള്ളത്. ഈ ഓരോ യൂണിറ്റുകളെയും 5 മൊഡ്യൂളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, പ്യുവർലി തിയറി സബ്ജക്ട് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് MIS, ഇത് പ്യുവർലി തിയറി സബ്ജക്ട് ആണ്. മൂന്നാമത്തേത് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, ഇതൊരു പ്രോബ്ലം ഏരിയ ആണ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ് ആണ്. ഇതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പ്രോബ്ലം ഏരിയ ആണ്. ഓപ്പറേഷൻസ് റിസർച്ചിൽ നിന്നുള്ള തിയറി പാർട്ടുകളുമാണ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ചോദിക്കാറ്. Unit 5 Financial Management and Marketing. Financial Management is a theory plus problem area. Unit 6 Cost and Management Accounting. It is a problem area. പ്രോബ്ലം ഏരിയ എന്ന് പറയുമ്പോഴും അതിൽ നിന്ന് തിയറീസ് ആണ് കൂടുതലും ചോദിക്കാറ്. എന്നാലും പ്രോബ്ലത്തെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നമുക്ക് സബ്ജക്ട് സ്പെസിഫിക് ഏരിയാസ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. 6 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. ദാറ്റ് ഇസ് 6 into 5 30 മൊഡ്യൂൾസ്. ഓരോ യൂണിറ്റിലും ഡിഫറെന്റ് സബ്ജക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2 കൊമേഴ്സിൽ ചോദിച്ച് കാണാറുള്ളത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനേജ്മെന്റ്, ഇറ്റ്സ് ബേസിക് കോൺസെപ്റ്റ്സ്. ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്ന ഏരിയാസ് ഡെഫിനിഷൻസ്, തിയറീസ് ഓഫ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, മോഡേൺ മാനേജ്മെന്റ് ടെക്നിക്സ് എന്നീ ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ളത്. മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആരാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തിയറീസ് ഓഫ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണിത്. അതിൽ ഉൾപ്പെടുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് സ്കൂൾ, ബ്യൂറോക്രാറ്റിക് സ്കൂൾ, ഹ്യൂമൻ റിലേഷൻ സ്കൂൾ, കണ്ടിൻജൻസി തിയറി, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി, ഈ ടോപ്പിക്കുകളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. ഇതിന്റെ ഫോളോവേഴ്സ് ആരാണെന്നും ഇതിനകത്ത് നടത്തിയതായിട്ടുള്ള എക്സ്പെരിമെന്റ്സ് എന്തൊക്കെയാണെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അടുത്തത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനേക്കാളും കൂടുതലായിട്ട് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മോഡേൺ മാനേജ്മെന്റ് ടെക്നിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. 1-2 പ്രീവിയസ് ഇയറിൽ മാത്രം 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പം മാനേജ്മെന്റ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സും അതേപോലെ തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിനകത്ത് പ്ലാനിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ്, ഓർഗനൈസിംഗ്, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, കൺട്രോളിംഗ് എന്നീ ഏരിയാസ് ആണ് കവർ ചെയ്യാനുള്ളത്. പ്ലാനിങ്ങിനകത്ത് കൂടുതലും ചോദിച്ചിട്ടുള്ളത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാൻസ്, അതായത് റൂൾസ്, പ്രൊസീജിയേഴ്സ്, ബഡ്ജറ്റ്, സ്ട്രാറ്റജീസ്, ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് പ്ലാനിങ്ങിൽ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. കോർഡിനേറ്റിംഗിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഓർഗനൈസിംഗിൽ നിന്ന് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ്, മെട്രിക്സ്, ഈ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, ഈ 2 ഭാഗങ്ങളാണ് ഓർഗനൈസിംഗിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ്. ലീഡർഷിപ്പ് എന്നുള്ള ഭാഗത്തു നിന്ന് ലീഡർഷിപ്പ് സ്റ്റൈൽസും ലീഡർഷിപ്പ് തിയറീസുമാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. മോട്ടിവേഷന്റെ ഭാഗത്തു നിന്നും മോട്ടിവേഷണൽ തിയറീസ്,
അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതായത് നീഡ് ഹയറാർക്കി തിയറി, 2 ഫാക്ടർ തിയറി, ആൽഡോഫേഴ്സ് തിയറി, മക്ഗ്രിഗേഴ്സ് തിയറി, ബ്രൂംസ് തിയറി, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ മോട്ടിവേഷന്റെ ഭാഗത്തു നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കമ്മ്യൂണിക്കേഷൻ അകത്ത് നിന്ന് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കൺട്രോളിംഗിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടില്ല, വളരെ വിരളമായിട്ട് മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അടുത്തതായിട്ട് ഈ യൂണിറ്റിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. ഇതിനകത്ത് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, ഗ്രൂപ്പ് ഡൈനമിക്സ്, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, ചേഞ്ച് മാനേജ്മെന്റ്, പവർ ആൻഡ് പൊളിറ്റിക്സ് എന്നീ ഏരിയാസ് ആണ്. ഒത്തിരി ചോദ്യങ്ങളൊന്നും ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടിട്ടില്ല. ചില വർഷങ്ങളിൽ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ. അടുത്ത ഏരിയ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ ആണ്. ഇത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇൻഡയറക്ട്ലി നമ്മളുടെ ഓർഗനൈസേഷണൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇത്. ഇതിനകത്ത് പെർസെപ്ഷൻ, പേഴ്സണാലിറ്റി തിയറീസ്, ട്രാൻസാക്ഷൻ അനാലിസിസ്, ലേണിംഗ് തിയറീസ് എന്നീ ഭാഗങ്ങൾ കവർ ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിരുന്നാൽ മാത്രമേ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടില്ല. എന്താണ് ജോബ് എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ജോബ് ഡിസൈൻ, ജോബ് റൊട്ടേഷൻ, job enrichment, job description, job specification, job evaluation, recruitment process, selection process, placement and induction, training and development, performance appraisal techniques എന്നിവയാണ്. ഇതിന്റെ എല്ലാം ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഇത് എന്താണ് എന്ന് മാത്രം പഠിച്ചിരുന്നാൽ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 1 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. യൂണിറ്റ് 1 മൊഡ്യൂൾ 4 and 5 കംപ്ലീറ്റ് ആയിട്ടും ഡീൽ ചെയ്യുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. ഇതിൽ ഉൾപ്പെടുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഈ ഭാഗവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സും സ്ട്രാറ്റജിക് ഇന്റന്റും വളരെ സ്ട്രെസ് കൊടുത്ത് വളരെ ശ്രദ്ധയോടും പഠിക്കേണ്ട ഒരു ഏരിയയാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സും സ്ട്രാറ്റജിക് ഇന്റന്റും. കാരണം വിഷനും മിഷനും തമ്മിലും ഗോൾസും ഒബ്ജക്റ്റീവ്സും തമ്മിലൊക്കെ നമുക്ക് വളരെ കൺഫ്യൂസ്ഡ് ആകാവുന്ന മീനിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയാസ് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് നല്ലതുപോലെ പഠിക്കേണ്ട ഏരിയാസ് ആണ്. എൻവയോൺമെന്റ് അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ടെക്നിക്സ്, SWOT അനാലിസിസ്, ടോസ് മെട്രിക്സ്, ഇതുപോലെയുള്ള ടെക്നിക്സും കാര്യങ്ങളും എല്ലാം പഠിച്ചു വെക്കുക. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സിനർജിയിൽ നിന്ന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അതേപോലെ തന്നെ കോർ കോമ്പീറ്റൻസി, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ 1-2 ചോദ്യങ്ങൾ മാത്രമേ പല വർഷങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ഏരിയാസ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നീട് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. അതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ എല്ലാ വർഷവും ഓരോ ചോദ്യങ്ങൾ വീതം ചോദിച്ചിട്ടില്ല. നമുക്ക് ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. ഒരു ചോദ്യമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വിട്ടുകളയാതെ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് ഇഷ്ടംപോലെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് പോർട്ടേഴ്സിന്റെ ജനറൽ സ്ട്രാറ്റജീസും ഡൈവേഴ്സിഫിക്കേഷനും ഇന്റഗ്രേഷനുമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഓൾട്ടർനേറ്റീവ്സ്. കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് ഈ 3 ഏരിയാസ് ആണ്. പോർട്ടേഴ്സ് ജനറിക് സ്ട്രാറ്റജിയും അതേപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി, ഇന്റഗ്രേഷൻ സ്ട്രാറ്റജി, ഇതിന്റെ ടൈപ്സ്, ഇതാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് 7S ഫ്രെയിംവർക്ക്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. മക്കിൻസി 7S ഫ്രെയിംവർക്ക്. പിന്നീട് BCG മെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പോർട്ട്ഫോളിയോ അപ്രോച്ചിൽ ഉൾപ്പെടുന്ന BCG മെട്രിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്.
അടുത്തത് സ്ട്രാറ്റജിക് കൺട്രോൾ. ഇത്രയും ഏരിയാസ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ മെയിൻ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ്. അപ്പം യൂണിറ്റ് 1 കഴിഞ്ഞു. യൂണിറ്റ് 2 എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് MIS ആണ്. ഇതിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2 കൊമേഴ്സിൽ ചോദിച്ചു കാണാറുള്ളത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. ബിസിനസ് എൻവയോൺമെന്റിനകത്ത് ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, അതിന്റെ ടൈപ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂവൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്നുള്ള മിക്ക ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിൽ നിന്ന് കവർ ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസ്: ബിസിനസ് എൻവയോൺമെന്റിന്റെ മീനിങ്, അതിന്റെ ടൈപ്സ്, അതായത് ഇന്റേണൽ എൻവയോൺമെന്റ്, മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ്, പിന്നീട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ്, പിന്നീട് എൻവയോൺമെന്റ് സ്കാനിങ് എന്താണ്, അതിന്റെ യൂസ് എന്താണ്, സോഷ്യോ കൾച്ചറൽ, ഇക്കണോമിക്, ടെക്നോളജിക്കൽ, ഡെമോഗ്രഫിക്, നാച്ചുറൽ, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. ഇതെല്ലാം തന്നെ എന്താണെന്നും ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താണെന്നും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബിസിനസ് എൻവയോൺമെന്റിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ ഇക്കണോമി എന്നതാണ്. ഇക്കണോമിക്സ് ഭാഗത്ത് നമ്മൾ +2 മാക്രോ ഇക്കണോമിക്സിൽ പഠിച്ചതായിട്ടുള്ള കുറെ ഏരിയാസ് ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഇത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇന്ന ഏരിയ സ്പെസിഫിക് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. എന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടതനുസരിച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് ആഗ്രിഗേറ്റ്സ് ആണ്. ഇതിനകത്ത് നാഷണൽ ഇൻകം, ഡൊമസ്റ്റിക് ഇൻകം, അതിന്റെ കൺവേർഷൻ, ഡിസ്പോസിബിൾ ഇൻകം, ഈ ഏരിയാസ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് മണി ആൻഡ് ബാങ്കിങ്. ഈ ഒരു പോർഷനിൽ നിന്ന് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മണി മെഷർമെന്റ് വാല്യൂസ്, അതേപോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസീസ്, പിന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റ്സ്, കുറച്ച് ഫോറിൻ ബാങ്കുകളുടെയും ഡൊമസ്റ്റിക് ബാങ്കുകളുടെ ഒക്കെ എക്സാമ്പിൾസും, അതേപോലെ തന്നെ എൻഡോഴ്സ്മെന്റ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ, അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. പിന്നീട് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഇതിനകത്ത് മെയിൻ ആയിട്ടും എംപ്ലോയ്മെന്റിന്റെ ടൈപ്സ്, അൺഎംപ്ലോയ്മെന്റിന്റെ ടൈപ്സ്, അതായത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, ഡെലിബറേറ്റ്, ഇങ്ങനെയുള്ള അൺഎംപ്ലോയ്മെന്റ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് വരുന്നത് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ഇക്കണോമിയാണ്. ഇതിനകത്ത് ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ആൻഡ് ബഡ്ജറ്ററി പോളിസി നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്തത് GST എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതിന്റെയും ബേസിക് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ആസ്പെക്ടുകളെല്ലാം പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് LPG, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും വിട്ടുകളയാതെ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഏരിയയാണ് LPG എന്ന് പറയുന്നത്. ഇ കൊമേഴ്സിൽ നിന്ന് 1-2 വർഷങ്ങളിൽ മാത്രം ഒരു ചോദ്യം വെച്ച് ചോദിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടില്ല. കമ്പനീസ് ആക്ടും ബിസിനസ് ലോയും അതുപോലെ തന്നെയാണ്. ചില വർഷങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. 5 ഇയർ പ്ലാൻസ് എല്ലാം തന്നെ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ അതിന്റെ കൂടെ നീതി ആയോഗ്, അതും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഇന്റർനാഷണൽ ഫിനാൻസ് ആണ്. മൊഡ്യൂൾ 3 and 4 കംപ്ലീറ്റ് ആയിട്ടും ഇന്റർനാഷണൽ ബിസിനസ്സും ഇന്റർനാഷണൽ ഫിനാൻസും ആണ് കവർ ചെയ്യുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് ആണ്. എക്സ്പോർട്ടിംഗ്, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ഔട്ട്സോഴ്സിംഗ്, ഇങ്ങനെയുള്ള മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത് എക്സ്പോർട്ട് റിലേറ്റഡ് സ്പെഷ്യൽ ഏരിയാസ്, അതായത് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ്, എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ്, കസ്റ്റംസ് യൂണിയൻ, മോണിറ്ററി യൂണിയൻ, ഇങ്ങനെയുള്ള എക്സ്പോർട്ട് റിലേറ്റഡ് സ്പെഷ്യൽ ഏരിയാസിനെ പറ്റിയുള്ള ഐഡിയ നമുക്ക് ഉണ്ടാവണം. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഡംപിംഗ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. എക്സ്പോർട്ട് ഇൻസെന്റീവ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് കൗണ്ടർ ട്രേഡ് എഗ്രിമെന്റ്സ്, ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇറ്റ്സ് ടൈപ്സ്, ഇന്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിനകത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മൾ അറിയണം. പ്രധാനമായിട്ടും IMF, വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇതിന് 3നും സ്ട്രെസ് കൊടുത്ത് പഠിക്കുക.
ഇന്റർനാഷണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻസ്, അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇത്രയും ഏരിയയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന, സ്പെസിഫിക് ആയിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഏരിയ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. യൂണിറ്റ് 2 ലാസ്റ്റ് മൊഡ്യൂൾ ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് മൊത്തം ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ ടേംസ് ആണ്. അതായത് ഡേറ്റ, എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ ടൈപ്സ്, പിന്നീട് ടൈപ്സ് ഓഫ് ഡിസിഷൻസ്, സിസ്റ്റംസ് ആൻഡ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, ഓപ്പൺ സിസ്റ്റംസ്, ക്ലോസ്ഡ് സിസ്റ്റംസ്, അതേപോലെ ഡേറ്റ പ്രോസസിംഗ് സിസ്റ്റം, സിസ്റ്റം ഡെവലപ്മെന്റ് മോഡൽസ്, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, പിന്നീട് ഗ്രാഫിക് യൂസർ ഇന്റർഫേസ്, കമ്പ്യൂട്ടർ വൈറസസ്, സൈബർ ക്രൈംസ്, ഇങ്ങനെയുള്ള ഏരിയാസ് ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് കവർ ചെയ്യുന്നത്. ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ ടേംസ് ആണ്, അതെന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. So Unit 3 mainly deals with financial and corporate accounting. അപ്പം 5 modules ഉണ്ട്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഫസ്റ്റ് പാർട്ട്, അതിന് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഓരോന്ന് എടുത്ത് അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് കൺവെൻഷൻസ്, സ്റ്റാൻഡേർഡ്സ്, അത് മാത്സ് ഫോളോ. ഇത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്, വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി അല്ലെ അങ്ങനെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്, അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അബൌട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, മെയിനായിട്ട് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അപ്പം അതിന് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, അങ്ങനെ അതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി അക്കൗണ്ടിങ് ഓഫ് നോൺ ട്രേഡിംഗ് ഫേംസ്, ഇൻകംപ്ലീറ്റ് അക്കൗണ്ട്സ്, വേറെ ഒബ്ജക്റ്റീവ്സ്, അതൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതിൻ്റെയൊക്കെ ഒരു ഓവർവ്യൂ മനസ്സിലാക്കി വയ്ക്കണം. ആൻഡ് നെക്സ്റ്റ് കമ്പനി അക്കൗണ്ട്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് ഷെയർസ്, അതിന് പ്രോബ്ലംസ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, പക്ഷേ പ്രോബ്ലംസ് ആണ് ഈ ഒരു പോർഷനിൽ നിന്ന് മെയിനായിട്ട് കവർ ചെയ്യണേ. ഈ കമ്പനി അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം അങ്ങനെ ആ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിപ്പോർട്ടിങ്ങിനകത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്, ഇനി IFRS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിൽ നിന്ന് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കീ ഏരിയാസ്, നോക്കേണ്ട കീ ഏരിയാസ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 4 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. ഇതിൽ നിന്ന് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇതിനകത്ത് 3 സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും, റിസർച്ച് മെത്തഡോളജിയും, ഓപ്പറേഷൻസ് റിസർച്ചും. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനകത്ത് തന്നെയാണ് തിയറി ഓഫ് പ്രോബബിലിറ്റി വരുന്നത്, പക്ഷെ നമ്മളതൊരു സെപ്പറേറ്റ് പാർട്ടായിട്ട് തന്നെ ഇവിടെ സ്പെസിഫൈ ചെയ്യുകയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നിന്ന് ചോദിക്കുന്ന ഏരിയാസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് തിയറി, ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്, chi-square ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ANOVA, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. അടുത്തത് തിയറി ഓഫ് പ്രോബബിലിറ്റി. അതിൽ നിന്ന് കൂടുതലും പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. റിസർച്ച് മെത്തഡോളജി എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മാർക്ക് വളരെയധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. യൂണിറ്റ് 4 നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റിസർച്ച് മെത്തഡോളജി. അതിനകത്തും മെയിനായിട്ടും ചോദിക്കുന്ന ഏരിയാസ് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്, പിന്നീട് റിസർച്ച് പ്രോസസ്, പിന്നീട് സാമ്പിളിംഗ് തിയറി എന്ന് പറയുമ്പോൾ അതിനകത്ത് സാമ്പിളിംഗ് ടൈപ്സ് ആണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. പ്രൊബബിലിറ്റി ആൻഡ് നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് ഇതിനകത്ത് കൂടുതലും ചോദിക്കുന്നത്. പിന്നീട് സ്കെയിലിംഗ് ടെക്നിക്സ്, ടൈപ്സ് ഓഫ് സ്കെയിൽസ്, ഓർഡിനൽ സ്കെയിൽസ്, ഇന്റർവൽ സ്കെയിൽസ്, ലൈക്കർട്ട് സ്കെയിൽ ഒക്കെ ഇതിനകത്ത് ചോദിക്കാറുണ്ട്. പിന്നീട് ഹൈപ്പോതെസിസ് സെറ്റിംഗ്, അതിനകത്ത് തന്നെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് കൂടുതൽ ചോദിക്കാറുണ്ട്. ഒരുപാട് വട്ടം എല്ലാ വർഷവും ഓരോ ചോദ്യങ്ങൾ വീതം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ് ഈ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അടുത്തത് റിപ്പോർട്ട് റൈറ്റിംഗ്. ഇത്രയും ഏരിയാസ് മാത്രമാണ് റിസർച്ച് മെത്തഡോളജിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറേഷൻസ് റിസർച്ചിൽ നിന്ന് തിയറീസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ആ ഒരു പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ആണ് ചോദിക്കാറുള്ളത്. ഓപ്പറേഷൻസ് റിസർച്ചിൽ നിന്ന് ഓപ്പറേഷൻസ് റിസർച്ചിന്റെ ടൈപ്സ്, അതേപോലെ ലീനിയർ പ്രോഗ്രാമിംഗ്, നെറ്റ്വർക്ക് അനാലിസിസ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഇത്രയും ഭാഗത്ത് നിന്ന് ലീനിയർ പ്രോഗ്രാമിംഗ്, നെറ്റ്വർക്ക് അനാലിസിസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്. അസൈൻമെന്റ് പ്രോബ്ലത്തിൽ നിന്നും ഗെയിം ആൻഡ് ഡിസിഷൻ തിയറിയിൽ നിന്നും ഇടയ്ക്ക് മാത്രം
പല ക്വസ്റ്റ്യൻസും കണ്ടാലായി എന്നേ ഉള്ളൂ. കൂടുതലും പഠിക്കേണ്ടത് ലീനിയർ പ്രോഗ്രാമിംഗ്, നെറ്റ്വർക്ക് അനാലിസിസും ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലവുമാണ്. സോ നെക്സ്റ്റ് ഒരു പോർഷൻ യൂണിറ്റ് 5 ആണ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് എല്ലാ സെറ്റ് പേപ്പേഴ്സിലും കാണാറുണ്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ആദ്യം ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ്, ഗോൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ റോൾ ഓഫ് ഫൈനാൻഷ്യൽ മാനേജർ, പിന്നെ അതിൻ്റെ ഒരു സ്കോപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, അതിൻ്റെ ആ ഒരു തിയറീസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നീങ്ങുവാണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനാണ്. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രോസസ്സ്, ടെക്നിക്സ്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ റേഷനിങ് എന്നാണ്, അതും ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും ഈ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് പോലെ ചോദിക്കാറുണ്ട്. പിന്നെ ടൈം വാല്യൂ ഓഫ് മണി, ആ ഒരു ഏരിയാസൊക്കെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ നമ്മൾ കവർ ചെയ്യണേ. ആൻഡ് നെക്സ്റ്റ് ഫൈനാൻസിങ് ഡിസിഷനാണ്. അതിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൻ്റെ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടൈപ്സ്, ഇനി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ്, അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ലെവറേജ് അനാലിസിസിൻ്റെ ടൈപ്സ്. അപ്പം ആ ഒരു ഏരിയാസൊക്കെയാണ് ഫൈനാൻസിങ് ഡിസിഷനിൽ നോക്കണ്ടേ. അപ്പം അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് വരുന്നത്. ഇനി ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിൻ്റെ അസംഷൻ, അതിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് പോളിസി, അതിൻ്റെ ടൈപ്സ്, തിയറീസ് ഓഫ് ഡിവിഡൻഡ് ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അപ്പം ആ ഒരു ഏരിയാസ്, ആ തിയറീസ് ആണ് ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ്, നെറ്റ് ഇൻകം. ഓക്കെ, ആൻഡ് അതാണ് നമ്മുടെ യൂണിറ്റ് 5 മെയിനായിട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ഒരു പെർട്ടിക്കുലർ മൊഡ്യൂൾ കിടപ്പുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന 5th യൂണിറ്റിന്റെ ലാസ്റ്റ് മൊഡ്യൂളാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു മൊഡ്യൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, മാർക്കറ്റിംഗ് പ്രോസസ്, മാർക്കറ്റ് പൊസിഷനിങ്, പിന്നെ ഗുഡ്സ് ആൻഡ് പ്രൊഡക്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ, സ്പെഷ്യാലിറ്റി ഗുഡ്സ്, കൺവീനിയൻസ് ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇങ്ങനെ ഗുഡ്സിന്റെയും പ്രൊഡക്ട്സിന്റെയും ക്ലാസിഫിക്കേഷൻ, ബ്രാൻഡിംഗ്, പ്രൈസിംഗ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് പ്ലാനിംഗ്, പിന്നെ മോഡേൺ ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്, ഇ മാർക്കറ്റിംഗ്, സോഷ്യൽ മാർക്കറ്റിംഗ്, ഡി മാർക്കറ്റിംഗ് പോലെയുള്ള മോഡേൺ ട്രെൻഡ്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഭാഗത്ത് നിന്ന് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പോർഷനിൽ നിന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുകളും പോർഷൻസും മാർക്കറ്റിംഗ് മാനേജ്മെന്റിലില്ല. ഒരു വർഷം ചോദിക്കുന്ന ചോദ്യങ്ങളല്ല മറ്റൊരു വർഷം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമെന്ന് നമുക്ക് തോന്നുന്ന എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഒരു കീ പോർഷൻ യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കോസ്റ്റും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ്സ്, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോന്ന് മെറ്റീരിയൽസ്, ലേബർ, അതുപോലെ തന്നെ ഓവർ ഹെഡ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഓക്കെ, ആൻഡ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, അതിൻ്റെ എക്സാമ്പിൾസ് ബേസ്ഡ് ആയിട്ടാണ് കുറേ ക്വസ്റ്റ്യൻസ്. പ്രോസസ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, യൂണിറ്റ്, ജോയിൻറ്റ് കോസ്റ്റ്, ബൈ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്. അപ്പം ആ ഒരു ഏരിയാസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ റിഡക്ഷൻ, അതിൻ്റെ ഒരു കമ്പാരിസൺ എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, മെത്തേഡ്സ്, ടെക്നിക്സ്, അതിനകത്ത് പോകുന്നതാണ് വാല്യൂ അനാലിസിസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയ ആണ്. വാല്യൂ എഞ്ചിനീയറിംഗ്, അതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ കോൺസെപ്റ്റ്സ്, ഇമ്പോർട്ടൻസ്, ടെക്നിക്സ്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് വേഴ്സസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ആ ഒരു കമ്പാരിസൺ. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് കൂടുതലും പ്രോബ്ലം ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്യാഷ് ഫ്ലോ റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മൊഡ്യൂൾ, ഒരു പാർട്ടായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. അതിൻ്റെ ബ്രേക്ക് ഈവൻ അനാലിസിസ്, അതുപോലെ തന്നെ മാർജിനൽ ഡിസിഷൻസ് എടുക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ്, അതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ 3 തവണത്തെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് വന്നത് എന്നൊന്ന് പരിശോധിക്കാം. അത് യൂണിറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ യൂണിറ്റ് ബേസ് ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞിരുന്നു. ആ ഓരോ മെയിൻ ടോപ്പിക്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചു എന്നുള്ള അനാലിസിസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് മാനേജ്മെന്റിന്റെ ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന്
3 വർഷങ്ങളിലും 5, 5, 4 വീതം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാനേജ്മെന്റ് സ്കൂൾസിൽ നിന്നും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നിന്നുമാണ്. രണ്ടാമത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഇതിൽ നിന്നും നല്ല രീതിയിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 6, 3, 6 എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ എന്നുള്ള ഭാഗത്ത് നിന്നും കുറച്ച് ചോദ്യങ്ങളെ ഉള്ളുവെങ്കിൽ പോലും എല്ലാ വർഷവും നിർബന്ധമായിട്ടും ഒരു ചോദ്യമെങ്കിലും ആ ഭാഗത്ത് നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. 29/9/19 നടന്ന എക്സാമിന് മാത്രം ഒരു ചോദ്യം അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫസ്റ്റ് യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. 6, 7, 7 എന്ന നിരക്കിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ബേസിക് കോൺസെപ്റ്റ്സും അതേപോലെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റുമാണ്. ആ ഭാഗങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. യൂണിറ്റ് 2 ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് MIS നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും കമ്പാരിറ്റീവ്ലി കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 2, 3, 2 എന്നുള്ള നിരക്കിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ ഇക്കണോമി നമ്മൾ പറഞ്ഞതുപോലെ വളരെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. GDP റിലേറ്റഡ് ആയിട്ടും അതേപോലെ മണി മെഷർമെന്റ് റിലേറ്റഡ് ആയിട്ടും ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടും പിന്നെ കോമൺ ആയിട്ട് നമ്മളുടെ ഇന്ത്യൻ ഇക്കണോമിയെ പറ്റിയിട്ടുള്ള കുറെ വിവരങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ഏരിയയാണ് ഇക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ ഇക്കണോമി. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. 11, 12, 8 എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അടുത്തത് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഇന്റർനാഷണൽ ഫിനാൻസ്. ഈ ഭാഗത്ത് നിന്നും 2, 3, 7 എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ട്രെൻഡ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തന്നെ നമുക്കിതിനെ മനസ്സിലാക്കാം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് 5, 3, 4 എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയ തന്നെയാണ്. മിനിമം 3 ക്വസ്റ്റ്യൻസ് വീതം എല്ലാ വർഷങ്ങളും ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. യൂണിറ്റ് 4 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നിന്ന് 19 നടന്നിട്ടുള്ള 2 എക്സാമുകൾക്കും 5, 4 എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2021 നടന്ന പരീക്ഷയിൽ 7 ചോദ്യങ്ങളും ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്. തിയറി ഓഫ് പ്രോബബിലിറ്റിയിൽ നിന്ന് 1, 3, 3 എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. റിസർച്ച് മെത്തഡോളജിയിൽ നിന്ന് 9, 8, 6 എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻസ് റിസർച്ച് എന്നുള്ള ഭാഗത്ത് നിന്ന് 2019 നടന്ന 2 പരീക്ഷകൾക്കും 4, 6 എന്നീ റേറ്റിലും 2021 നടന്ന പരീക്ഷയിൽ 4 ചോദ്യങ്ങളുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു 3 വർഷക്കാലത്തെ ട്രെൻഡ് അനുസരിച്ച് റിസർച്ച് മെത്തഡോളജിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സോ യൂണിറ്റ് 3 ഫൈനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് കൺവെൻഷൻസ് ആ ഒരു ഏരിയ തന്നെ കോൺസെപ്റ്റ്സും കൺവെൻഷൻസും അതിൻ്റെ എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ മിനിമം ഒരു പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഈ 3 വർഷത്തെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് മുന്നേ ആണെങ്കിലും അതെ കേട്ടോ. ഇനി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലംസ്, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും നെറ്റ് പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നിട്ട് പ്രോഫിറ്റിൻ്റെ ഒരു മാർജിൻ റേറ്റ് കണ്ടിട്ട് അങ്ങനെ പ്രോബ്ലംസ് സിമ്പിളായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് എപ്പോഴും തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻ മിനിമം ഉണ്ട് കേട്ടോ. പിന്നെ കമ്പനി അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും തന്നെ ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് വെച്ചു കേട്ടോ. ഇനി വാല്യുവേഷൻ ഓഫ് ഷെയർസ്, ഗുഡ് വില്ല്, അത് നമ്മുടെ റീസെൻറ്റ് പേപ്പറിൽ കൂടുതലുണ്ടായിരുന്നു. 2019 2 എക്സാമിനെക്കാട്ടിലും കൂടുതലുണ്ടായിരുന്നു 2021 കേട്ടോ. അപ്പം ഇപ്പം ഇമ്പോർട്ടൻസ് കാണിച്ചേക്കുന്ന വാല്യുവേഷൻ ഓഫ് ഷെയർസും ഗുഡ് വില്ലും. പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം, നോൺ ട്രേഡിംഗ്
ഫേംസിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ അതിൽ നിന്നും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് 2021 പേപ്പറിലും 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള മെയിൻ ഏരിയാസ്. ഓക്കെ, സോ യൂണിറ്റ് 5 ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പം അതിൽ 5 modules ഉണ്ട്. 4 modules are related with financial management and 5th module മാർക്കറ്റിംഗ് ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെയാണ്. ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മുടെ അതിൻ്റെ സ്കോപ്പിംഗ് ഗോൾസും ഒക്കെ ഉണ്ട്. അപ്പം ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ആണോ വെൽത്ത് മാക്സിമൈസേഷൻ ആണോ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. 2021 2 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ആണ്. പ്രോഫിറ്റ് ആണോ വെൽത്ത് മാക്സിമൈസേഷൻ ആണോ എന്നുള്ളൊരു കൺസെപ്റ്റ് ബേസിസിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 4-4-2 എന്നുള്ളൊരു പാറ്റേൺ ആണ്. ആൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓർ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, ടൈം വാല്യൂ ഓഫ് മണി, അത് റിലേറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ടെക്നിക്സ് അല്ലേ, പേ ബാക്ക് പീരീഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, IRR. അപ്പം അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെയുണ്ട്. 4-5-7 ആ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2021 ഏറ്റവും കൂടുതൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആ ഒരു ഏരിയ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇനി ഫൈനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ലെവറേജ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു പാറ്റേണിൽ നിന്ന് എങ്ങനെ പോയാലും മിനിമം ഒരു 3 അതിലും കൂടുതലാണ് ഇപ്പോഴും തന്നെ വരാറുള്ളത് കേട്ടോ. ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ, കോസ്റ്റ് ഓഫ് ഡെറ്റ്, സിമ്പിൾ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിവിഡൻഡ് പോളിസി അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ തിയറീസിലെ അപ്രോച്ച് അങ്ങനത്തെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മാത്സ് ദ ഫോളോയിങ് റിലേറ്റഡ് ആയിട്ട്, IRR, ഇതെല്ലാം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മാർക്കറ്റിംഗ് ബേസിക് കോൺസെപ്റ്റ്സിൽ 19 മാർച്ചിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ 19 സെപ്റ്റംബറിൽ ക്വസ്റ്റ്യൻസേ ഇല്ലായിരുന്നു. ഇപ്പം 21 ഒരു 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതാണ് ഓവറോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ട്രെൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ്, എലമെൻറ്റ്സ്, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അപ്പം ഈ എലമെൻറ്റ്സും മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങും അതാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ. അതിനകത്ത് പ്രോസസ് കോസ്റ്റിങ്ങിൽ നിന്നാണ് ഈ കഴിഞ്ഞ തവണ 21 പേപ്പർ, ആ ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഏരിയ കോസ്റ്റ് കൺട്രോൾ റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോളിൻ്റെ ടെക്നിക്സിൻ്റെ അകത്തുനിന്ന് ഇൻവെൻട്രി കൺട്രോൾ, അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം മിനിമം ഒരു 2 ക്വസ്റ്റ്യൻസ് മിനിമം പ്രതീക്ഷിക്കാം. പിന്നെ വാല്യൂ എഞ്ചിനീയറിംഗിൽ 1 ക്വസ്റ്റ്യൻ ഈച്ച് ഈ 3 പേപ്പേഴ്സിലുണ്ടായിരുന്നു കേട്ടോ. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് പൊതുവെ കുറച്ച് കുറവാണ്, എന്നാലും ട്രെൻഡ് മാറാമല്ലോ. സോ നോക്കേണ്ട ഒരു ഏരിയ ആണ്. ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, പ്രോബ്ലംസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എല്ലാ വർഷവും ഉണ്ടായിരുന്നു. റേഷ്യോ അനാലിസിസ് ആണെങ്കിലും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, കമ്പാരിസൺ, അങ്ങനെ ക്യാഷ് ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണുള്ളൊരു 2 ഈച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ്, PV റേഷ്യോ, ആ ഭാഗത്തു നിന്ന് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ, അങ്ങനെ പ്രോബ്ലംസ് അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിനകത്ത് മെയിൻ കീ ഏരിയാസ്. ഓക്കെ, ഈ സിലബസ് അനാലിസിസ് വീഡിയോയിൽ കൂടി സെറ്റ് എക്സാമിനെ പറ്റിയും കൊമേഴ്സിൻ്റെ സിലബസിനെ പറ്റിയും ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ചിട്ടയോടും ക്രമമായിട്ടും ഉള്ള പഠന രീതി ആരംഭിക്കേണ്ടതാണ്. ഓൾ ദി ബെസ്റ്റ്.